കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയായ SIR പരിഷ്കരണം സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും ജനകീയ ആശങ്കയിലേക്കും നീങ്ങുകയാണ്. നിലവിൽ പുറത്തുവന്ന കരട് പട്ടികയിൽ കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1/4 കോടിയോളം വോട്ടർമാർ, അതായത് 24,85,503 പേരാണ് ഒരൊറ്റ പരിഷ്കരണത്തിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ ഈ കണക്കുകൾ ജനാധിപത്യപരമായ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ അസ്വാഭാവികമായ കുറവാണ് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും വലിയ വോട്ടർ വേട്ട നടന്നതെന്ന ആക്ഷേപം ശക്തമാണ്. ജില്ലയിൽ മാത്രം 4 ലക്ഷത്തിലധികം വോട്ടർമാർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അവർ 2ാം സ്ഥാനത്തുള്ള 3 പ്രധാന മണ്ഡലങ്ങളിലെ കണക്കുകളാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 49,740 പേരും, കഴക്കൂട്ടത്ത് 39,519 പേരും, നേമം മണ്ഡലത്തിൽ 45,618 പേരും പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിച്ചതെങ്കിലും BJP ശക്തമായ 2ാം സ്ഥാനത്തായിരുന്നു. ഇവിടങ്ങളിൽ ഇത്രയും വലിയ തോതിൽ വോട്ടർമാരെ വെട്ടിമാറ്റുന്നത് BJPക്ക് വഴിമരുന്നിടാനാണോ എന്ന സംശയമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റു പാർട്ടികളും ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം 54,627 പേർ ഒഴിവാക്കപ്പെട്ടത് വലിയ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടങ്ങളിൽ 1/2 ലക്ഷത്തോളം വോട്ടർമാരെ വീതം വെട്ടിമാറ്റുന്നത് BJPക്ക് വഴിമരുന്നിടാനാണോ എന്ന സംശയമാണ് ഉയരുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കുന്നത് ആദ്യഘട്ടത്തിൽ വിരോധാഭാസമായി തോന്നാം. എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ തന്ത്രം പരിശോധിച്ചാൽ എതിർചേരിയിലുള്ള വോട്ടുകളെ മാത്രം ലക്ഷ്യം വെച്ച് പുറത്താക്കുക എന്ന വോട്ട് എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് വ്യക്തമാകും. ഒരു മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം കുറയുകയും അതിൽ BJP വിരുദ്ധ വോട്ടുകൾ മാത്രം ഇല്ലാതാവുകയും ചെയ്താൽ സ്വാഭാവികമായും BJPയുടെ വോട്ട് വിഹിതം അഥവാ വോട്ട് ഷെയർ ഉയരും. കുറഞ്ഞ വോട്ടുകൾ മാത്രം പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ കേഡർ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ BJPക്ക് സാധിച്ചാൽ വിജയം എളുപ്പമാകും. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ തൃശൂരിലും സമാനമായ രീതിയിലുള്ള വലിയ അട്ടിമറി നീക്കങ്ങളാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് കൊള്ള നടത്തിയിട്ടാണെന്ന് ആദ്യം ആരോപിച്ചത് രാഹുൽ ഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി 2ാമത് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വോട്ട് കൊള്ള നടന്നതായി ആരോപിച്ച് രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. ഇപ്പോൾ പുറത്തുവരുന്ന വോട്ടർ പട്ടികയിലെ കണക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണുള്ളത്. സുരേഷ് ഗോപി ലീഡ് നേടിയ ബൂത്തുകളിൽ അസ്വാഭാവികമായ രീതിയിൽ വോട്ടർമാരെ ഒഴിവാക്കിയതായി കാണാം. സംസ്ഥാനത്തെ ഒരു ബൂത്തിൽ ശരാശരി 50 പേർ ഒഴിവാക്കപ്പെടുമ്പോൾ BJP ലീഡ് ചെയ്ത തൃശൂരിലെ ബൂത്തുകളിൽ ഇത് 200 മുതൽ 300 വരെയാണ്. ഉദാഹരണത്തിന് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 559 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച 29ാം നമ്പർ ബൂത്തിൽ 337 വോട്ടർമാരെയാണ് നീക്കം ചെയ്തത്. ഇതിൽ 334 പേരും കണ്ടെത്താനാവാത്തവർ എന്ന ഗണത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 16ാം നമ്പർ ബൂത്തിൽ 191 പേരെ ഒഴിവാക്കിയപ്പോൾ അതിൽ 143 പേരും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരാണ്. ഇതിനു പുറമെ സുരേഷ് ഗോപിയും സഹോദരൻ സുഭാഷ് ഗോപിയും മുക്കാട്ടുകര ബൂത്തിൽ വ്യാജരേഖ ചമച്ച് വോട്ട് ചേർത്തു വന്ന പരാതിയിൽ കോടതി BLOമാർക്ക് നോട്ടീസ് അയച്ചതും BJP ക്യാമ്പിനെ നടുക്കിയിരിക്കുകയാണ്. വോട്ട് ചോരിയും അട്ടിമറിയും നടന്നു എന്ന ആക്ഷേപങ്ങളെ ബലപ്പെടുത്തുന്നതാണ് തൃശൂരിലെ ഈ സാഹചര്യം. തിരുവനന്തപുരത്തെ ശ്രീവരാഹം പോലുള്ള ബൂത്തുകളിൽ നടന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. മണ്ഡലത്തിലെ 138ാം നമ്പർ ബൂത്തായ ശ്രീവരാഹത്ത് 704 വോട്ടർമാരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഒരു ബൂത്തിൽ പരമാവധി ഉണ്ടാകാൻ സാധ്യതയുള്ള 1200 വോട്ടർമാരിൽ 704 പേരെയും ഒഴിവാക്കുന്നത് കേവലം ഒരു സാങ്കേതിക പിഴവായി കാണാൻ കഴിയില്ല. ഇത്രയും വലിയ രീതിയിലുള്ള വെട്ടിനിരത്തലുകൾ നടക്കുമ്പോൾ ആ ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം പകുതിയിലും താഴെയായി ചുരുങ്ങുകയാണ്. പാലക്കാട് മണ്ഡലത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെ 29,339 പേരാണ് പുറത്തായത്. BJPക്ക് താല്പര്യമുള്ള A ക്ലാസ് മണ്ഡലങ്ങളായ എറണാകുളം, പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രം ഇത്രയും വലിയ കുറവ് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ല. മരിച്ചവർ, താമസം മാറിയവർ, കണ്ടെത്താൻ കഴിയാത്തവർ എന്നീ കാരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരത്തുന്നതെങ്കിലും വോട്ടവകാശമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന വാർത്ത ഈ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. MLA ആയ മാത്യു T. തോമസും കുടുംബവും, മുൻ MLA രാജാജി മാത്യുവും കുടുംബവും, മുൻ DGP രമൺ ശ്രീവാസ്തവയും കുടുംബവും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയ പ്രമുഖർക്ക് പോലും വോട്ടവകാശം സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിലാണ് SIR പരിഷ്കരണം മുന്നോട്ടു പോകുന്നത്. സർവേ സംഘടനകളിലുള്ള BJP അനുകൂലികളെ സ്വാധീനിച്ച് വോട്ടർമാരുടെ ഫോമുകൾ ശേഖരിക്കുന്നതിൽ നിന്ന് BLOമാരെ പിന്തിരിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്.
ഒല്ലൂർ, മണലൂർ, ആറ്റിങ്ങൽ, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് ആളുകൾ പുറത്തായത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ്. അവിടെ കേവലം 6901 പേർ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലും തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിലും ഈ സംഖ്യ ലക്ഷങ്ങളിലേക്ക് ഉയർന്നത് ആസൂത്രിതമായ നീക്കമാണെന്ന വാദത്തിനാണ് ബലം നൽകുന്നത്. എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യുന്നതിലെ പാളിച്ചകൾ മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വിവരം നൽകാൻ സാധിച്ചിട്ടില്ല. ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി താൽക്കാലികമായി മാറി നിൽക്കുന്നവരെ പോലും താമസം മാറിയവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി പുറത്താക്കിയിരിക്കുകയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വോട്ടർ പട്ടിക അട്ടിമറികൾക്ക് സമാനമായ രീതിയിലാണോ കേരളത്തിലും കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സംശയം ശക്തമാണ്. നിലവിൽ പുറത്തു വന്നത് കരട് പട്ടിക മാത്രമാണ്. ഇത് വീണ്ടും പരിശോധിക്കപ്പെടുമ്പോൾ വോട്ടർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത. ഫെബ്രുവരി 21-നാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനു മുൻപായി വോട്ടർ പട്ടിക ബൂത്ത് തലത്തിൽ പുനഃപ്രസിദ്ധീകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശോധിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേരൊഴിവാക്കപ്പെട്ടവർക്ക് ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ അപേക്ഷ നൽകാൻ അവസരമുണ്ടെങ്കിലും ഇത്രയും വലിയ തോതിലുള്ള കൂട്ടപ്പുറത്താക്കലുകൾ തിരുത്താൻ ഈ സമയം പര്യാപ്തമാണോ എന്ന് കണ്ടറിയണം.